Hey everyone, today we are going to make French toast with a twist. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഫ്രഞ്ച് ടോസ്റ്റിനായിട്ട് നമ്മൾ ബ്രെഡ്സ് ഒന്ന് സൈഡ്സൊക്കെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ടും കട്ട് ചെയ്യാണ്ടും എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് രീതിയിലും ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത ബ്രെഡ്സൊക്കെ ഒരു പ്ലേറ്റിൽ മാറ്റി വെക്കുക. പിന്നെ ഒരു ചെറിയൊരു ബൗളിലേക്ക് 2 എഗ്ഗ്, അതിലേക്ക് ഒരു കപ്പോളം മിൽക്കും ആഡ് ചെയ്തിട്ട് അത് നല്ല പോലെ ബീറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. എഗ്ഗും മിൽക്കും നല്ല രീതിയിൽ മിക്സ് ആവണം. അത് ബീറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് എടുക്കാം കേട്ടോ. അത് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് ബനാന കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ റോബസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ ചോയ്സിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ബനാനാസ് ഓവർ തിന്നാവാതെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് വെച്ച് നമ്മൾ വേറൊരു ബ്രെഡ് കൊണ്ട് അതൊന്ന് സാൻഡ്വിച്ച് ചെയ്തെടുക്കുക. ഇത് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് എടുക്കണം കേട്ടോ. നമുക്ക് എഗ്ഗിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. നമ്മൾ എഗ്ഗിൻ്റെയും പാലിൻ്റെയും മിക്സ്ചറിലേക്ക്. എഗ്ഗിൻ്റെയും പാലിൻ്റെ മിക്സ്ചറിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ സ്പ്രെഡും ബനാനയൊക്കെ ഓൾറെഡി മധുരം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിതിൽ അഡീഷണലായിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അത് കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുനാഫാഡോ നല്ല പോലെ ഒന്ന് ചെറുതാക്കി പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ എഗ്ഗിൽ കോട്ട് ചെയ്തിട്ടുള്ള നമ്മൾ ബ്രെഡ്സ് ഒന്ന് 2 സൈഡുമൊക്കെ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ. ഒരു പാനിലേക്ക് നമ്മൾ ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബട്ടർ നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് സിം ഫ്ലെയിമിൽ നല്ലപോലെ ഇത് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഓവർ കരിഞ്ഞു പോകണ്ട, ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ 4 സൈഡ്സും നല്ലപോലെ കുക്ക് ചെയ്യാം കേട്ടോ. ഇതൊരു ഗോൾഡൻ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സെർവ് ചെയ്തിട്ട് കഴിക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീം കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത്രയുള്ള റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.